മറ്റൊരു എളുപ്പപ്പണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാബേജാണേ. അതിലേക്ക് ഇതേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ജീരകം ചതക്കിയ പിടിക്കൊന്നും വേണ്ട, ചുമ്മാ തൂക്കി കൊടുത്താൽ മതി. അതിലേക്ക് 2 ചുള വെളുത്തുള്ളി, പച്ചമുളക് കുനുകുനാന്നരിഞ്ഞത്, സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി തിരിഞ്ഞ് വെക്കാം. ഇപ്പോൾ അത് നല്ലോണം കൂട്ടി തിരിഞ്ഞിട്ടുണ്ട്. അതിലിട്ട് വേപ്പല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കടുക് പൊട്ടിച്ച് ഇത് മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നാളികേരം ഇടാതെ മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മൊത്തം അങ്ങോട്ട് പൊട്ടിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നാളികേരം അങ്ങോട്ട് വാരി വെതറി കൊടുക്കാം. എന്നിട്ട് അടുത്തത് മിക്സ് വെൽ അത്രയേ ഉള്ളൂ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ മതി. തീ ആദ്യം ഒന്നും കത്തിക്കരുത്. ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. റെഡിയാവും കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മുടെ കാബേജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. എന്താ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ എളുപ്പ പണികളാണ്.